നല്ലൊരു സെഷനായിരുന്നു അത്. കുറേ എഐ ടൂൾസായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ചിലതൊക്കെ യൂസ് ചെയ്തു. ക്യാൻവ എനിക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. ചാറ്റ് ജിപിടി ഞാൻ പ്രീവിയസ്ലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സെഷന് ശേഷം ചാറ്റ് ജിപിടി സെഷന് ശേഷമാണ് കുറച്ചും കൂടെ അതിനോട് കണക്റ്റഡ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ ഈ ക്ലാസ്സിന് വന്ന സമയത്ത് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇതായിരുന്നില്ല. ഐ വാസ് തിങ്കിങ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മെഷീൻ ലാംഗ്വേജും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇത് ബേസിക്കലി ഒരു എ ഐ ടൂൾസിൻ്റെ ഒരു ഡിസ്കഷൻ ആ ഒരു രീതിക്കാണ് ഈ ക്ലാസ് ഉണ്ടായത്. ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ടൂൾസ് എല്ലാം നന്നായിരുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളും ആണെന്ന് വിശ്വസിക്കുന്നു. ഫ്യൂച്ചറിൽ അത് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. പിന്നെ നന്നായിട്ട് വേറെയും ടൂൾസുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഞാൻ ചില ടൂൾസൊക്കെ സെർച്ച് ചെയ്യുമ്പം തന്നെ കുറച്ചും കൂടെ വേറെ എ ഐ ടൂൾസൊക്കെ എനിക്കിങ്ങനെ ഗൂഗിളിൽ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം. എന്തായാലും ഇത്രയും തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് സാറ് ക്ലാസ് കണ്ടക്ട് ചെയ്തത്. എല്ലാ ഏരിയ ഓഫ് ലൈക്ക് വീഡിയോസ് ആയാലും ഓഡിയോ ആയാലും ചുമ്മാ സെർച്ച് ആയാലും എക്സ്പോർട്ട് എക്സൽസും അങ്ങനത്തെ കുറേ ജെമിനിയൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെ എനിക്കുണ്ടായി. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ. റസാന. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതിൽ വന്നപ്പോൾ ഈ പറയുന്ന പോലെ കുറേ ഐറ്റംസ് ഒന്നും എന്താന്ന് പോലും അറിയില്ലായിരുന്നു. സ്റ്റാർട്ടിങ് സെഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇരിക്കുമ്പോൾ പോലും അതിൽ യൂസ് ചെയ്യുന്ന ഓരോ ടൂൾസും എന്താ, അതായത് ചാറ്റ് ജിപിടി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ ഉള്ളതൊന്നും എനിക്ക് എന്താന്നുള്ളത് അറിയാം, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ക്ലാസ് ത്രൂ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ക്യാൻവ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ സ്റ്റുഡൻസ് എപ്പോഴും ക്യാൻവ യൂസ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ സ്റ്റുഡൻസ് ത്രൂ ആണ് ഞാൻ ലേൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ നോളജ് വേണം എന്നുള്ളത്. അപ്പോൾ അത് ഇത് ത്രൂ വന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻവിറ്റേഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് തന്നെ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള അതൊരു വലിയൊരു ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അത് കൂടാതെയുള്ള കുറേ ടൂൾസുകളും ഈ ലാസ്റ്റ് ക്ലാസ്സിൽ പറയുന്ന പോലെ നമുക്ക് സോങ്സ് ഉണ്ടാക്കുന്നത്, എനിക്കത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ടീച്ച് ചെയ്യുന്ന സ്കൂളിലേക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് ഇനി അതുപോലെ ഒരു സോങ് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് ഇതിൽ ത്രൂ ലേൺ ചെയ്യാൻ പറ്റി. കുറേ എ ഐ ഡി കുറേ ടൂൾസ് അറിയാൻ പറ്റി. അതുകൊണ്ട് എനിക്കത് വലിയ കുഴപ്പമില്ല, അത് യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഇത് തോന്നിയത്. എന്തായാലും ഇതുവരെയ്ക്കും എല്ലാം ഇതാക്കി തന്നതിന് താങ്ക് യു. ഓക്കെ, ശ്രീലജ മാം, നിങ്ങള് രണ്ടാമത്തെ എൻട്രി ആണ്. എന്തായിരുന്നു എന്റെ എക്സ്പീരിയൻസും? സാർ വളരെ ബ്യൂട്ടിഫുൾ മെമ്മറി ആയിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് ഒരു ക്ലാസ് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാനത് റെക്കോർഡ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്കത് കേൾക്കണം. ഓക്കെ. അപ്പോൾ എനിക്ക് വളരെ ഓൾറെഡി ഞാൻ അറ്റൻഡ് ചെയ്താണ്. ഞാൻ വളരെ അതേ ഇൻട്രസ്റ്റോടുകൂടി ഞാൻ ഇത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ആയിട്ട് ഇത് അറ്റൻഡ് ചെയ്തത്. എനിക്ക് ഉറപ്പാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെക്കോർഡ് റൈറ്റിങ്ങിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ എ ഐ നോളജ് എനിക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്, ടൈം സേവിങ് ആണ്, എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ഇപ്പോൾ. അപ്പം മറ്റ് ചാറ്റ് ജി പി ടി, ക്യാൻവ, ജെമിനി അങ്ങനെയുള്ള കാര്യം ഇപ്പൊ ഡീപ് സീക്ക് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ. അതിപ്പോ പുതിയൊരു നോളജ് ആണ്, നമുക്ക് അതിനിപ്പോ അതെല്ലാം അപ്ലൈ ചെയ്യണം. സോ ലുക്കിംഗ് ഫോർവേഡ് ടു. താങ്ക് യു സോ മച്ച് സാർ. സാർ മ്യൂട്ടാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ഐ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് വന്നതിന് ശേഷം എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്, എന്താണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ സാർ, അപ്പൊ ഞാൻ എന്റെ റെക്കോർഡ് റൈറ്റിംഗിൽ എന്റെ പി ജി ഡിപ്ലോമയുടെ റെക്കോർഡ് റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഡെയിലി എൻ്റെ സ്റ്റഡി പ്രോസസ്സിൽ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട്. അതുപോലെ മോളുടെ സ്കൂളിലെ ഓരോ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഡിഫറെൻറ്റ് പ്രോംസ് ഉപയോഗിച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഔട്ട്കം കിട്ടുന്ന രീതിയിൽ അത് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ക്യാൻവ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് അവൾ പെട്ടെന്ന് അടുത്ത് ചോദിച്ചു, എനിക്കൊരു
പോസ്റ്റർ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അത് പെട്ടെന്നൊരു ഹാൻഡ്സ് ഓൺ എനിക്ക് ചെയ്യാൻ പറ്റി. ക്യാൻവയിൽ എനിക്കത് ചെയ്യാൻ പറ്റി. അങ്ങനെ 1-2 എക്സ്പീരിയൻസസ് അങ്ങനെ ഉണ്ടായി. പിന്നെ ലാസ്റ്റ് വീഡിയോ സെക്ഷൻ മാത്രം എനിക്കത് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കണം. ഹാൻഡ്സ് ഓൺ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടാനുണ്ട്, അത് ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോ രണ്ടിൽ അറ്റൻഡ് ചെയ്ത ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുന്നതാണ്. നമ്മളുടെ Yes, sir. കഴിഞ്ഞതിന്റെ പൂർണ്ണമായും റിപ്പീറ്റേഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? അല്ല, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ക്ലാസ്സിലും റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. പ്ലസ് അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് ജെമിനി യൂട്യൂബിൽ നിന്ന് ഉള്ള എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതുപോലെ ഡീപ് സീക്ക് ഇപ്പൊ പഠിപ്പിച്ച ഡീപ് സീക്ക്, അതൊക്കെ ഒരു പുതിയ ഇതാണ്, കഴിഞ്ഞ ക്ലാസ്സസിൽ ഇല്ലായിരുന്നല്ലോ അത്. പിന്നെ മാത്രമല്ല, ഒന്നുകൂടെ കേട്ടപ്പോൾ എനിക്കത് കുറച്ചുകൂടെ എനിക്ക് റീഇൻഫോഴ്സ്ഡ് ആയിട്ട്, അതായത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പുതിയ നമ്മൾ ഇതില് ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. കാരണം ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു. അതെ പിന്നെ അതെ അതെ. പ്രസി നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെട്ടായിരുന്നു. യെസ് 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 കറക്റ്റ്. അതെ. ഓക്കെ ഓക്കെ, നമ്മൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഓക്കെ. ഒരു സംഗതി തന്നെ എല്ലാ പ്രാവശ്യം കൊടുക്കുന്നതിലുപരി അതിൽ അറ്റൻഡ് ചെയ്ത ഒരാള് വീണ്ടും അറ്റൻഡ് ചെയ്താൽ പോലും അവർക്ക് പുതിയ കിട്ടാവുന്ന കാര്യങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതെ കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ ഓക്കെ, അതെ. താങ്ക് യു ഫോർ ഫീഡ്ബാക്ക്. ഓക്കെ, നെക്സ്റ്റ് ആഷിഖ് ജഹാൻ. ഹലോ സർ, പേരെന്തായിരുന്നു? ആഷിക ജഹാൻ. ആഷിക ജഹാനാണ്. ഓക്കെ, പറയൂ. ഞാനൊരു അക്കാദമിക് ഹെഡ് ആണ് ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ എനിക്ക് ഗാമ.ഡോട്ട് ആപ്പ് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും ലൈവായിട്ട് ഉണ്ടാവാറില്ല, കൂടുതലും റെക്കോർഡാണ് കേൾക്കാറുള്ളത്. ഓക്കെ, അപ്പോ ഏതാണെങ്കിലും ഫൈനലായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ നമ്മളെ മുന്നിൽ ജസ്റ്റ് ഒരു പരിചയപ്പെടുത്തലാണ് നടന്നത്. നേരത്തെ ശ്രുതി പറഞ്ഞതുപോലെ ഇതിന് 2 സൈഡ് ഉണ്ട്. പൊതുവെ പുറത്ത് AI എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒന്ന് പ്രോഗ്രാമിംഗ് സൈഡാണ്, അതിന്റെ ഡീപ്പ് ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഉണ്ട്, അതിന്റെ പ്രോഗ്രാമിംഗ് സൈഡ് ഉണ്ട്. സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് റോബോട്ടിക്സ് AI എന്നൊക്കെ പറയുന്നത് അതിന്റെ മറ്റൊരു സൈഡാണ്. ഇതിന്റെ എങ്ങനെ ഇത്തരം ഒരു ടൂള് വർക്ക് ചെയ്യുന്നു, അതിന്റെ പിന്നിലുള്ള പിന്നെ കോഡിങ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഇതിന്റെ പ്രോഗ്രാമിംഗ് സൈഡ് എന്ന് പറയുന്നത് AI യുടെ. മറ്റൊന്ന് AI യുടെ ജനറേറ്റീവ് AI എന്ന് പറയും. അതാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒന്നും പുതുതായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു AI ടൂള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ള AI എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ 2 ഇൻഡസ്ട്രി യഥാർത്ഥത്തിലുണ്ട്. ഒന്ന് AI യുടെ പിന്നെ പ്രോഗ്രാമിംഗ് സൈഡും, മറ്റൊന്ന് AI യുടെ ജനറേറ്റീവ് AI എന്ന് പറയുന്ന സൈഡും. എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. അതുകൊണ്ടാണ് പിന്നെ ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ സെഷൻ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു ഏരിയയാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എന്താണെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ സന്തോഷം ആയിട്ട് കേട്ടു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു പോകാനുള്ള ഒരു കവാടം മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതൊരിക്കലും AI ഒരു ഫൈനൽ സംഭവം അല്ല. കാരണം ഇന്ന് നമ്മൾ കാണിച്ചതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ ഇപ്പോ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ വന്നിട്ടുണ്ടാവും, ഒരുപക്ഷെ നാളെ ഇതിനേക്കാൾ നല്ലത് വരാം. പക്ഷെ ആ ഒരു മേഖലയിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു കവാടം നിങ്ങൾക്ക് കിട്ടുന്നതോടുകൂടി ഇനി ഇതിന്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താനും നിങ്ങൾ അതിന്റെ ഫോളോവേഴ്സ് ആവാനും പറ്റും. കാരണം നമ്മളിപ്പോ ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ AI അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് മാത്രം കേൾക്കാതെ ഇതേ വിഷയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ കിട്ടും. മാത്രമല്ല അതിനോട് തുടർന്നിട്ട് മറ്റു സംഗതികൾ കൂടി നിങ്ങളെ പിന്നെന്ത് ചെയ്യും, ഈ ഇതിൽ തന്നെയുള്ള സോഷ്യൽ മീഡിയയുടെ AI നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് നിങ്ങൾ എൻട്രി നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ. ഇതിന്റെ അവസാന വാക്കല്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോയി കൂടുതൽ അപ്ഡേറ്റ് ആവുക, കാലത്തിനൊപ്പം അല്ല അതിനു മുമ്പേ നമുക്ക് സഞ്ചരിക്കുന്നവരായി മാറുക. പുതിയ ജനറേഷനെ അഡ്രസ് ചെയ്യാൻ തീർച്ചയായും പുതിയ ജനറേഷന്റെ ടൂളുകളും പുതിയ ടെക്നോളജിയുടെ സാധ്യതകളും ഉപയോഗിച്ച് മതിയാവൂ എന്ന് പറയുന്ന പുതിയൊരു ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ബാച്ച് ഇവിടെ സമാപിക്കുകയാണ്. ഈ ഒരു ബാച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള നന്ദി. ഒപ്പം CD ഇന്റർനാഷണലിനും ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് ബൈ.